ഹരി ഓം. ദശകം 13, ശ്ലോകം 8. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദ് അപദദൃഷിഭിः ശ്ലാഘിതഹതിഃ തഥാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിः സ്തുതിഭിരനുവന്നധ്വരതനും. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. മഹാകായഃ സഹ അയം. മഹാകായസോയം. മഹാകായഃ സഹ പ്ലസ് അയമാണ് സോയം. തവ ചരണപാദ. തവ ചരണപാദ എന്ന് കറക്റ്റ് ചെയ്തോണം. അവിടെ കരസരോജ എന്നാണ് എഴുതിയേക്കുന്നത്. മറ്റേ മുമ്പലത്തേൻ്റെ ആ കണ്ടിന്യൂവേഷൻ അനുസരിച്ച് അങ്ങനെയാണ് ഈ ഇതിലെഴുതിയേക്കുന്നത്. പക്ഷേ അത് ചരണപാത എന്നാക്കിക്കോണം. പ്രമഥിതഃ. മഹാകായസോയം തവ ചരണപാദ പ്രമഥിതോ. ഗളദ് രക്തഃ. ഗളദ്രക്തോ. ഗളദ്രക്തോ എന്നും വായിക്കാം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗളദ്രക്തോ എന്ന് വായിക്കാം. വക്ത്രാത് അപദത് ഋഷിഭിः ശ്ലാഘിത ഹതിഃ. വക്ത്രാദപദ ഋഷിഭിः ശ്ലാഘിത ഹതിഃ. ഗളദ്രക്തോ അല്ലെ ഗളദ്രക്തോ വക്ത്രാത് അപദത് ഋഷിഭിः ശ്ലാഘിത ഹതിഃ. അപദത് ഋഷിഭിः. അപദത് ഋഷിഭിः. ആ ഋഷി എന്നുള്ളതിൻ്റെ ആ എന്നുള്ള ചിഹ്നമാണ് ദയുടെ കൂട്ടിൽ ഇദ്യ എന്ന് വായിക്കരുത്. അത് ഇദ്യ എന്നുള്ളതല്ല, ഇറു എന്നുള്ള അക്ഷരമാണത് ആ ചിഹ്നത്തിൽ കൊടുത്തിരിക്കുന്നത്. അപദത് ഋഷിഭിः. അപദത് ഋഷിഭിः ശ്ലാഘിത ഹതിഃ. തഥാ ത്വാം ഉദ്ദാമ പ്രമദ ഭര വിദ്യോതി ഹൃദയാഃ. തഥാ ത്വാമുദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയാ. അവിടുത്തെ ആ വിസർഗം ഉച്ചരിക്കണ്ട. മുനീന്ദ്രാഃ സാന്ദ്രാഭിः സ്തുതിഭിः സ്തുതിഭിः അനുവൻ അധ്വര തനും. മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. നമ്മുടെ പുസ്തകത്തിൽ സ്തുതിഭിരനുവൻ അധ്വരതനും പിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. സ്തുതിഭിരനുവന്നധ്വരതനും. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഇന്നും ആയും കൂടെ മാറിയിട്ട് ഇന്ന എന്ന് വരും. സ്തുതിഭിരനുവന്നധ്വരതനും. എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഒരുമിച്ച് വായിക്കുമ്പം സ്തുതിഭിരനുവന്നധ്വരതനും എന്ന് വായിക്കാൻ പറ്റും. മഹാകായസോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദ് അപദത് ഋഷിഭിः ശ്ലാഘിത ഹതിഃ. തഥാ ത്വാമുദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിः സ്തുതിഭിരനുവന്നധ്വരതനും. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. മഹാകായഃ സഹ അയം. മഹാകായഃ എന്ന് വെച്ചാൽ ഒരു പെരുത്ത കൂറ്റൻ ആ തടിയുള്ള ആ ശരീരമുള്ളവൻ. ആരാണ്? ആ അസുരൻ. അത്രയും വലിയ ആ തടിയുള്ള ശരീരമുള്ള ആ അസുരൻ. തവ ചരണപാദ പ്രമഥിതഃ വക്ത്രാത് ഗളത് രക്തഃ. അപ്പോൾ തവ അങ്ങയുടെ ചരണപാദ പ്രമഥിതക കാൽ ചവിട്ടേറ്റ് ചതഞ്ഞ് വക്ത്രാത് വായിൽ നിന്ന് ഗളത് രക്തഃ ചോര ഛർദ്ദിച്ചും കൊണ്ട് അപതത് താഴെ വീണു
എന്നുവെച്ചാൽ ചത്തുപോയി, താഴെ വീണ് ചത്തുപോയി. അപ്പം മഹാകായ സോയം എന്ന് പറയുന്നത് അത്രയും പറഞ്ഞിരിക്കുന്ന ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്ന അത്രയും വലിയ ശരീരമുള്ള ഒരു കൂറ്റൻ അസുരനെ ഭഗവാന്റെ ഒരൊറ്റ ചവിട്ടേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചതഞ്ഞ് വായിൽ നിന്ന് ചോര ഛർദിച്ചു ചത്തു വീണു. ഋഷിഭിഹി ശ്ലാഘിതഹതിഹി, ഋഷിഭിഹി. അപ്പം മഹർഷിമാർ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, മഹർഷിമാരെല്ലാം ഇങ്ങനെ മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭഗവാൻ മേളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയതും അത് കഴിഞ്ഞ് താഴേന്ന് മേളിലേക്ക് പൊങ്ങി വന്നതും ഈ വീണപ്പോൾ ഉണ്ടായ ആ വെള്ളം പുണ്യാഹം പോലെ അവരുടെ ശരീരത്തിൽ തെറിച്ചതും ഇതെല്ലാം മഹർഷിമാർ നോക്കി ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹർഷിമാർ ആ ദുഷ്ടനിഗ്രഹത്തെ ശ്ലാഘിച്ചു. ശ്ലാഘിതഹതിഹി, ആ ദുഷ്ടനായ അസുരനെ നിഗ്രഹിച്ചതിൽ ശ്ലാഘിച്ചു. തഥാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയാഹ മുനീന്ദ്രാഹ. തഥാ ത്വാം, ആ അവസരത്തിൽ ത്വാം അങ്ങയെ ഉദ്ദാമ പ്രമദപര വിദ്യോതിഹൃദയാഹ, ആ തടവില്ലാത്ത അല്ലെ കനത്ത അത്രയും അധികമായ സന്തോഷത്താൽ, വിദ്യോതിഹൃദയാഹ അത്രയും ഉള്ളിൽ നിന്ന് വന്ന ഉള്ളു നിറഞ്ഞ ആ സന്തോഷത്താൽ മുനീന്ദ്രാഹ മഹർഷി ശ്രേഷ്ഠന്മാർ അധ്വരതനും എന്ന് പറഞ്ഞാൽ യജ്ഞസ്വരൂപനാക്കിക്കൊണ്ട്, അപ്പം ഈ വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തി എന്ന് പേര് കിട്ടിയത് അതുകൊണ്ടാണ്. ആ മഹർഷിമാർ ആ യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ച് സാന്ദ്രാഭിഹി അത്രത്തോളം സ്തുതിച്ചു. സാന്ദ്രാധിപി എന്ന് വെച്ചാൽ ആ മനസ്സ് നിറഞ്ഞ് അത്രയും സന്തോഷം ഉണ്ടായിട്ട് ആ മനസ്സ് നിറഞ്ഞ് ആ സാന്ദ്രാഭിഹി അന്തരാർത്ഥം അകത്തൂന്ന് വന്ന ആ സന്തോഷം സ്തുതിഭിഹി പ്രശംസാവചനങ്ങളാൽ അനുവൻ സ്തുതിച്ചു. അതാണ് പറഞ്ഞേക്കുന്നത്. തഥാ ത്വാമുദ്ദാമ പ്രമദപര വിദ്യോതിഹൃദയാഹ മുനീന്ദ്രാഹ. ആ അവസരത്തിൽ അങ്ങയെ അതിരില്ലാത്ത കനത്ത സന്തോഷത്താൽ ഉള്ളു തെളിഞ്ഞ മഹർഷി ശ്രേഷ്ഠന്മാർ അധ്വരതനും ആ യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ച് ആ സാന്ദ്രാഭിഹി ആ ഉള്ളിൽ നിന്ന് നിറഞ്ഞ ആ പ്രശംസാവചനങ്ങളാൽ സ്തുതിച്ചു. അപ്പോൾ ഈ ഇത്രയും ഭീമാകാരനായ ആ അസുരന് ഭഗവാന്റെ ആ ചവിട്ടേറ്റ് വായിലൂടെ കുടകുടാന്ന് ചോരയൊഴുകി ആ ചത്തു വീണപ്പോൾ ആ ഭഗവാന്റെ വദനം തന്നെ ദർശിച്ചുകൊണ്ട് കാലപുരി പ്രാപിക്കാൻ അവസരം ലഭിച്ച ആ അസുരൻ്റെ ആ മഹാഭാഗ്യത്തെക്കുറിച്ചും പിന്നെ ആ ദുഷ്ടനായ ഹിരണ്യാക്ഷനെ വധിച്ച ആ യജ്ഞവരാഹമൂർത്തിയുടെ ആ മാഹാത്മ്യത്തെയും അത്യധികമായി വർദ്ധിച്ച ആ സന്തോഷത്തോടു കൂടി ഋഷീശ്വരന്മാർ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെയാണ് യജ്ഞവരാഹമൂർത്തി എന്ന് കൽപ്പിച്ചത്, ഋഷിമാർ കൽപ്പിച്ചു. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദൃഷിഭിः ശ്ലാഘിതഹതിः തഥാ ത്വാമുദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും.